ദേവിയമ്മ ഉമ്മറത്തെ പടിയിലിരുന്ന് ശൂന്യതയിലേക്ക് നോക്കി നെടുവീർപ്പിടുകയായിരുന്നു. മകന്റെ മൗനവും നാട്ടുകാരുടെ പരിഹാസവും ആ 70 വയസ്സുകാരിക്ക് പാടെ തളർത്തിയിരുന്നു. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നതും അതിൽ നിന്ന് അവരുടെ സഹോദരന്റെ മകൾ മീര ഇറങ്ങിയതും. അമ്മായി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മീര ഓടി വന്ന് ദേവിയമ്മയെ കെട്ടിപ്പിടിച്ചു. മീര ആ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലി കിട്ടി നിൽക്കുന്ന അവൾക്ക് നല്ല ധൈര്യവും കാര്യപ്രാപ്തിയുമുള്ള കൂട്ടത്തിലാണ്. നാട്ടിൽ പരക്കുന്ന വാർത്തകളൊന്നും അവൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട കിരണേട്ടൻ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കരഞ്ഞു കലങ്ങിയ ദേവിയമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ഞാൻ എല്ലാം അറിഞ്ഞു അമ്മായി. പക്ഷേ കിരണേട്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ. ഏട്ടന് എന്തോ ഒരു വിഷമമുണ്ട്. അത് കണ്ടെത്താതെ നമ്മൾ ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയാവില്ല. ഞാൻ കരയാതിരിക്കാൻ പറ്റുമോ മോളെ? 2 പെൺകുട്ടികൾ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇനിയുള്ള ആലോചന വന്നാൽ തന്നെ ആരെങ്കിലും ഈ പടി ചവിട്ടുമോ? എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മോനെ ആര് നോക്കും? ആലോചിക്കുമ്പോൾ നെഞ്ചു പൊട്ടുകയാ. ദേവിയമ്മ വിതുമ്പലോടെ പറഞ്ഞു. പെട്ടെന്നാണ് മീര അത് പറഞ്ഞത്. അമ്മായി വിഷമിക്കേണ്ട. ഒരു തീരുമാനം കൂടി അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കിരണേട്ടനെ എനിക്കിഷ്ടമാണ്. ഞാൻ ഏട്ടനെ വിവാഹം കഴിച്ചോളാം. ജാനകിയമ്മ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. മകന്റെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയെടുത്ത് സ്വന്തം സഹോദരന്റെ മകൾ തന്നെ കൈപിടിക്കാൻ തയ്യാറായിരിക്കുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. അവരുടെ ഉള്ളിൽ ഒരേ സമയം സന്തോഷവും പേടിയും നിറഞ്ഞു. മോളെ, നീ എന്തായി പറയുന്നത്? നിന്റെ അച്ഛൻ, എന്റെ സഹോദരൻ, അവൻ സമ്മതിക്കുമോ? നിന്നെപ്പോലെ പഠിച്ച ഒരു കുട്ടി ഇത്രയും ചീത്തപ്പേര് കേട്ട എന്റെ മോന്റെ കൂടെ വരാൻ സമ്മതിക്കുമോ? ദേവിയമ്മ സംശയത്തോടെ ചോദിച്ചു. മീരയുടെ മുഖത്ത് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാൽ എതിർത്തേക്കാം. പക്ഷേ അച്ഛനോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് കിരണേട്ടനോടൊന്ന് സംസാരിക്കണം. ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. മീരയ്ക്ക് കിരണിനെ ചെറുപ്പം മുതലേ അറിയാം. അവൻ ആരെയും അകറ്റി നിർത്തിയാലും മീരയോട് മനസ്സ് തുറക്കുമെന്ന് അവർക്ക് തോന്നി. പോയി സംസാരിക്കൂ മോളെ. നിനക്കെങ്കിലും എന്റെ മോനെ ആ ഇരുട്ടിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞാൽ അത്രയും പുണ്യം. ദേവിയമ്മ പറഞ്ഞു. മീര പതുക്കെ എഴുന്നേറ്റ് കിരണിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവിടുത്തെ നിഗൂഢതകൾക്ക് അറുതി വരുത്താൻ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. മീരയുടെ ഓരോ കാൽവെപ്പും ആ വീട്ടിലെ നിശബ്ദതയെ ഭേദിക്കുമ്പോൾ ദേവിയമ്മയുടെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. മകൻ പഠിച്ചു വലിയ നിലയിലായപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിന്ന ആ പഴയ ദിവസങ്ങൾ, ആ സന്തോഷത്തിന്മേലാണ് ആദ്യമായി കരിനിഴൽ വീണത്. അന്ന് കിരണിന്റെ വിവാഹമായിരുന്നു. കല്യാണപ്പന്തലിലെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ആ വീടൊന്ന് ശാന്തമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മനോഹരമായി അലങ്കരിച്ച ആ മുറിയിലേക്ക് ആതിര കയറിപ്പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. എന്നാൽ അധികം വൈകിയില്ല. പെട്ടെന്നാണ് ആ മുറിക്കുള്ളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നത്. വാതിൽ തുറന്ന് ആതിര പുറത്തേക്ക് ഓടി വന്നു. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മോളെ എന്ന് ചോദിച്ച് ചുറ്റും കൂടിയവരോട് ഒരു വാക്കുപോലും മിണ്ടാതെ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. ആരോടും ഒന്നും പറയാതെ ആരെയും നോക്കാതെ അവൾ ഉമ്മറത്തെ തൂണിൽ ചാരിയിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവളുടെ വീട്ടിൽ നിന്നും ആളുകൾ എത്തി. അർദ്ധരാത്രിയിൽ ആരെയും കാത്തു നിൽക്കാതെ ഒരു വിശദീകരണവും നൽകാതെ അവർ ആതിരയെയും കൂട്ടി പടിയിറങ്ങി. ആ വീട്ടുകാർ ധരിച്ചിരുന്നു പോയി. പിറ്റേന്ന് വെളുപ്പിന് തന്നെ കിരണിന്റെ വീടിന് മുന്നിലെ ചായക്കടയിലും കവലയിലും ചർച്ചകൾ സജീവമായി. രാത്രിയിൽ ആതിര ഇറങ്ങിപ്പോയ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആ കുട്ടിയുടെ മുഖത്ത് ഒരു വല്ലായികയുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തോ വലിയ പന്തികേട് മണക്കുന്നുണ്ട്. ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് ചന്ദ്രേട്ടൻ തട്ടിവിട്ടു. ചിലർ വിരൽ ചൂണ്ടിയത് കിരണിന്റെ സ്വഭാവത്തിന് നേരെയാണ്. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലടോ. ചായ ഊതി കുടിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു തുടങ്ങി. കാണാൻ മാന്യനാണെങ്കിലും കിരണിന് ആരും അറിയാത്ത എന്തോ ദുശീലങ്ങൾ ഉണ്ടെന്നും ആദ്യ രാത്രിയിൽ ആ പെൺകുട്ടിയോട് അവൻ മോശമായി പെരുമാറിയെന്നും അവർ അടക്കം പറഞ്ഞു. അതുകൊണ്ടല്ലേ ആ കുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് ഓടി വന്നത് എന്ന ചോദ്യത്തിനു മുന്നിൽ മറ്റുള്ളവർ തലയാട്ടി. അവനെക്കുറിച്ച് നാട്ടുകാർക്കറിയാത്ത എന്തോ കറുത്ത വശമാണ് ആ മുറിക്കുള്ളിൽ വെളിപ്പെട്ടതെന്ന് അവർ ഉറപ്പിച്ചു. പിന്നീട് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് നവവധുവായ ആതിരയെയാണ്. അവൾക്ക് മറ്റാരോടോ പ്രേമമുണ്ടായിരുന്നുവെന്നും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും അവർ കഥ മെനഞ്ഞു. പെണ്ണിന് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും.
മുറിയിൽ കയറിപ്പോയപ്പോൾ കാമുകനെ ഓർത്ത് സങ്കടം സഹിക്കാതെ ഇറങ്ങിപ്പോയതാകും എന്നവർ തീർപ്പ് കൽപ്പിച്ചു. പാതിരാത്രിയിൽ അവളുടെ വീട്ടുകാർ വണ്ടി വിളിച്ചു വന്നത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്ന് പോലും ചിലർ സംശയം പ്രകടിപ്പിച്ചു. ഇതിലൊന്നും പെടാത്ത പ്രായമായവർ കിരണിന്റെ പഴയ തറവാടിനെയാണ് സംശയത്തോടെ നോക്കുന്നത്. ആ വീട്ടിൽ പണ്ട് നടന്ന അസ്വാഭാവിക മരണങ്ങളും അടച്ചിട്ട മുറികളും അവർ ഓർത്തെടുത്തു. ആ തറവാട്ടിൽ എന്തോ ബാധയുണ്ട്, ആ കുട്ടി എന്തോ കണ്ടിട്ടുണ്ട് എന്ന് മുതിർന്നവർ ആണയിട്ട് പറഞ്ഞു. നാട്ടുകാരുടെ കുശുകുശുപ്പുകളും ബന്ധുക്കളുടെ ചോദ്യശരങ്ങളും കിരണിനെ വല്ലാതെ വട്ടമിട്ടു. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കിരൺ മൗനത്തിന്റെ ഒരു വലിയ മതിൽ തനിക്കു ചുറ്റും കെട്ടിപ്പടുത്തു. വീടിന് പുറത്തിറങ്ങിയാൽ 100 കണ്ണുകൾ തന്നെ തുളച്ചു നോക്കുന്നത് പോലെ കിരണിന് തോന്നി. കവലയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവർ അവൻ വരുന്നത് കണ്ടപ്പോൾ സംസാരം നിർത്തി അവനെ തന്നെ നോക്കി നിന്നു. ചിലർ സഹതാപത്തോടെയും മറ്റു ചിലർ പരിഹാസത്തോടെയും അവനെ നോക്കി. നാട്ടുകാരുടെ പരിഹാസവും കിരണിന്റെ മൗനവും ഒരുപോലെ തളർത്തിയത് ആ വീടിന്റെ വിളക്കായിരുന്ന ദേവിയമ്മയായിരുന്നു. 70 വയസ്സിന്റെ അവശതകൾ ഉണ്ടെങ്കിലും മകന്റെ സന്തോഷം മാത്രം കണ്ട് ജീവിച്ച ആ അമ്മയ്ക്ക് ഈ തകർച്ച താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അയൽപ്പക്കത്തെ ജനലുകൾക്കിടയിലൂടെ എറിയുന്ന കൂരമ്പ് പോലെയുള്ള വാക്കുകൾ ഏറ്റുവാങ്ങുമ്പോഴും ദേവിയമ്മ പഴയ കാലത്തെക്കുറിച്ച് ഓർത്തുപോയി. കിരണിന് 10 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അച്ഛൻ മരിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് അവരുടെ പോരാട്ടം. ആ തറവാട് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളർന്നിരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്റെ മോൻ വലിയ നിലയിലെത്തും, അന്ന് തീരും എന്റെ കഷ്ടപ്പാടുകൾ എന്നവർ എന്നും സ്വപ്നം കണ്ടു. കിരൺ പഠിച്ചു നല്ല ജോലി നേടിയപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ദേവിയമ്മ അഭിമാനത്തോടെ തലയുയർത്തി നിന്നു. ആ കഷ്ടപ്പാടിന്റെ ഫലമായിരുന്നു അവന്റെ വിവാഹം. കണ്ടു നിന്നവർക്കെല്ലാം അസൂയ തോന്നുന്ന രീതിയിൽ മകന്റെ കല്യാണം നടത്തണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. വിവാഹം നടന്ന വീട്ടിൽ ഇപ്പോൾ ശ്മശാന മൂകതയാണ്. മുറിയിൽ തളർന്നിരിക്കുന്ന കിരണിനെ നോക്കുമ്പോൾ അവരുടെ ഉള്ളു പൊള്ളുകയായിരുന്നു. അവനോട് കാര്യം ചോദിക്കാൻ അവർക്ക് ധൈര്യമില്ല. എങ്കിലും താൻ ചോര നീരാക്കി വളർത്തിയ മകൻ തെറ്റുകാരനാകില്ലെന്ന് ആ അമ്മയുടെ മനസ്സ് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. മുറ്റത്തെ തുളസിത്തറയ്ക്ക് മുന്നിലിരുന്ന് അവർ വിതുമ്പി. പുറത്തു കേൾക്കുന്ന ഓരോ പരിഹാസവും അവരുടെ നെഞ്ചിലാണ് വന്ന് തറയ്ക്കുന്നത്. എന്റെ മോനെ ഇങ്ങനെ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്താൻ എന്ത് പാപമാണ് അവൻ ചെയ്തത് എന്ന ചോദ്യം ആ അമ്മയുടെ ഉള്ളിൽ തേങ്ങലായി അവശേഷിച്ചു. മകന്റെ മൗനവും നാട്ടുകാരുടെ ശാപവാക്കുകളും ആ അമ്മയെ പാടെ തളർത്തിക്കളഞ്ഞു. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവിയമ്മ വീണ്ടും ഒരു തീരുമാനമെടുത്തു. തളർന്നിരിക്കാനല്ല, മറിച്ച് നേരിടാനാണ് തന്റെ വിധിയെന്ന് ആ അമ്മ ഉറപ്പിച്ചു. വർഷങ്ങളോളം ദാരിദ്ര്യത്തോടും ഒറ്റപ്പെടലിനോടും പൊരുതി ജയിച്ച ആ അമ്മയുടെ ഉള്ളിലെ കരുത്ത് വീണ്ടും ഉണരുകയായിരുന്നു. മകന്റെ മൗനത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്റെ മോൻ തെറ്റുകാരനാണെന്ന് ഈ ലോകം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നവർ സ്വയം പറഞ്ഞു. കിരൺ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നപ്പോൾ ദേവിയമ്മ വീടിന് പുറത്തേക്കിറങ്ങി. നാട്ടുകാരുടെ കുശുകുശുക്കുകൾക്ക് നേരെ അവർ തീക്ഷ്ണമായ ഒരു നോട്ടം എറിഞ്ഞു. അവർ നേരെ പോയത് പഴയ ബ്രോക്കർ പണിക്കരുടെ അടുത്തേക്കായിരുന്നു. പണിക്കരെ, കിരണിന് മറ്റൊരു ആലോചന നോക്കണം. മുമ്പത്തെ പോലെ ആർഭാടം ഒന്നും വേണ്ട. പക്ഷേ എന്റെ മോനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാവണം. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. പണിക്കർ അന്തം വിട്ടുപോയി. അല്ല ദേവിയമ്മേ, ഈ വിവാദമൊന്നും അടങ്ങണ്ടേ? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു നടക്കുകയല്ലേ. ഈ സാഹചര്യത്തിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ജാനകിയമ്മ ഒന്ന് പുഞ്ചിരിച്ചു. നാട്ടുകാർക്ക് എന്നും പറയാൻ ഓരോന്നുണ്ടാകും. ഒരാൾ പോയെന്ന് കരുതി ജീവിതം അവസാനിക്കില്ലല്ലോ. എന്റെ മോൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവന് ഒരു കൂട്ടു വേണം. അത് ഞാൻ കണ്ടെത്തും. കിരൺ ഈ വിവരം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അമ്മേ, എന്തിനാ ഈ സാഹസത്തിന് മുതിരുന്നത്? ഇപ്പോൾ തന്നെ നാട്ടുകാർ പറയുന്നത് കേട്ടില്ലേ? അവൻ ചോദിച്ചു. ജാനകിയമ്മ അവന്റെ തോളിൽ കൈവച്ചു. നീ ഒന്നും പറയണ്ട കിരണേ. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു ദുഷ്പേരും ഞാൻ വരുത്തിക്കില്ല. ദേവിയമ്മയുടെ ഈ ഉറച്ച നിലപാട് നാട്ടിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചിലർ അവരെ പരിഹസിച്ചു. മറ്റു ചിലർ ആ അമ്മയുടെ ധൈര്യത്തെ ഉള്ളാലെ അഭിനന്ദിച്ചു. എങ്കിലും എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിയത് ഒരേ ഒരു കാര്യമാണ്. ആരാണ് ആരാണ് ഇനി കിരണിന്റെ ജീവിതത്തിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നത്? രണ്ടാമത്തെ വിവാഹത്തിന് പന്തലുയരുമ്പോഴും ദേവിയമ്മയുടെ മനസ്സിൽ വലിയൊരു വാശിയായിരുന്നു. നാട്ടുകാരുടെ നാവടക്കാൻ ഇതിലും വലിയൊരു മറുപടിയില്ലെന്ന് അവർ വിശ്വസിച്ചു. IT കമ്പനിയിൽ ജോലിയുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള വിദ്യയെ മരുമകളായി കിട്ടിയപ്പോൾ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്തവണ എല്ലാം ശരിയാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു.
ആദ്യത്തെ പരാജയം പോലെ ആകരുത് എന്ന് കരുതി ആർഭാടമായി തന്നെയായിരുന്നു വിവാഹം. എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി, ആദ്യ രാത്രിയുടെ അതേ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിദ്യ ആ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നു. പക്ഷേ ആതിരയെ പോലെ അവൾ കരയുകയല്ല ചെയ്തത്. പകരം അവളുടെ കണ്ണുകളിൽ കടുത്ത ദേഷ്യവും ഭയവും കലർന്നിരുന്നു. പുറത്ത് അന്തം വിട്ടു നിൽക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും നടുവിലേക്ക് അവൾ വിരൽ ചൂണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകന് ഭ്രാന്താണ്. ഒട്ടും നോർമലല്ല അയാൾ. ഈ ഒരു രാത്രി കൊണ്ട് എനിക്കത് മനസ്സിലായി. ഇങ്ങനെ ഒരാളെ എന്തിനാണ് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കെട്ടിയേൽപ്പിച്ചത്? അയാളെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കൂ. വിദ്യയുടെ ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ ദേവിയമ്മയുടെ നെഞ്ചിൽ വന്ന് തറച്ചു. ചുറ്റും നിന്ന നാട്ടുകാർക്കിടയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. പിന്നാലെ അതൊരു അടക്കം പറച്ചിലായി മാറി. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നാട്ടുകാർ പരസ്പരം നോക്കി. വിദ്യ തന്റെ ബാഗുമെടുത്ത് ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി. ദേവിയമ്മ തളർന്ന് തറയിലിരുന്നു പോയി. താൻ ചോര നീരാക്കി വളർത്തിയ, മാന്യമായി ജോലിക്ക് പോകുന്ന, എല്ലാവരോടും നന്നായി പെരുമാറുന്ന തന്റെ മകന് ഭ്രാന്താണെന്നോ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി താൻ കാണാത്ത എന്ത് മാറ്റമാണ് ആ മുറിക്കുള്ളിൽ വെച്ച് ആ പെൺകുട്ടികൾ കണ്ടത്? എന്റെ മോനാണോ കുഴപ്പം? ഞാൻ വളർത്തിയതിൽ എവിടെയാണ് പിഴച്ചത്? ദേവിയമ്മയുടെ ഉള്ളിൽ ആ ചിന്ത ഒരു കാട്ടുതീ പോലെ പടർന്നു. അവർ പതുക്കെ കിരണിന്റെ മുറിയിലേക്ക് നോക്കി. അവൻ അവിടെ നിസ്സഹായനായി ഇരിക്കുകയായിരുന്നു, യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ. നാട്ടുകാരുടെ പരിഹാസം ഇപ്പോൾ അണപൊട്ടി ഒഴുകുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി രണ്ട് വിവാഹങ്ങൾ ഒരേ കാരണത്താൽ തകരുന്നത് ആ ഗ്രാമത്തിൽ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. കിരണിനെ കാണുമ്പോൾ ആളുകൾ വഴിമാറി നടക്കാനും പരസ്പരം നോക്കി ചിരിക്കാനും തുടങ്ങി. നാട്ടുകാർ അവനെ ഭ്രാന്തൻ കിരണെന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടും അവൻ അതൊന്നും അറിഞ്ഞ മട്ടുപോലും കാണിച്ചില്ല. രാവിലെ കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം മടങ്ങി വരുന്നു, അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. വിദ്യ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്തിന്റെ ലക്ഷണവും ആ പെരുമാറ്റത്തിലില്ല. പിന്നെന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞത്? ദേവിയമ്മയുടെ ഉറക്കം ഈ ചിന്ത കവർന്നെടുത്തു. ദേവിയമ്മ അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ ആഹാരം കഴിക്കുമ്പോൾ ഉറക്കത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുന്ന സംസാരിക്കുന്നുണ്ടോ? പക്ഷേ ഒന്നുമില്ല. അവൻ പഴയതുപോലെ തന്നെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവിയമ്മ മകന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. പുറത്തെ ബഹളങ്ങളൊന്നും അറിയാതെ മേശവിളക്കിന്റെ വെളിച്ചത്തിൽ എന്തിലേക്കോ ഉറ്റുനോക്കിയിരിക്കുന്ന കിരണിനെയാണ് അവർ കണ്ടത്. അമ്മയുടെ കാൽപെരുമാറ്റം കേട്ടതും അവൻ പെട്ടെന്ന് കയ്യിലിരുന്ന ആ ഫോട്ടോ മേശപ്പുറത്തേക്ക് വെച്ചു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിഴലിച്ചിരുന്നു. ജാനകിയമ്മ പതുക്കെ ആ ഫോട്ടോ കയ്യിലെടുത്തു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിത്രം. ആ മുഖം അവർക്ക് മങ്ങലോടെ മാത്രമേ ഓർമ്മയുള്ളൂ. കിരണിന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന പെൺകുട്ടി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അവൻ ആ ഫോട്ടോ അമ്മയെ കാണിച്ചിരുന്നു. പക്ഷേ ഒരു ദാരുണമായ അപകടത്തിൽ അവൾ മരിച്ചുപോയ വിവരം അവൻ തന്നെയാണ് അന്ന് സങ്കടത്തോടെ അവരോട് പറഞ്ഞത്. ആ മരണം അവനെ വല്ലാതെ തളർത്തിയിരുന്നുവെങ്കിലും കാലം മാഞ്ഞപ്പോൾ അവനും അതെല്ലാം മറന്നു കാണുമെന്ന് ദേവിയമ്മ കരുതി. നീ ഇപ്പോഴും ഈ കുട്ടിയെ ഓർക്കുന്നുണ്ടോ കിരണേ? ദേവിയമ്മയുടെ ആ ചോദ്യം പൂർത്തിയാക്കാൻ അവൻ അനുവദിച്ചില്ല. എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണം അമ്മേ. അമ്മ ഒന്ന് പുറത്തേക്ക് പോകാമോ? വളരെ തണുത്തതും എന്നാൽ കണിശവുമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ആ മറുപടി കേട്ട് ജാനകിയമ്മ തരിച്ചു നിന്നുപോയി. മകന്റെ ഉള്ളിൽ ആ പഴയ ഓർമ്മകൾ ഒരു കനലായി ഇപ്പോഴും എരിയുന്നുണ്ടോ എന്ന് ഒരു നിമിഷം അവർ സംശയിച്ചു. ആതിരയും വിദ്യയും ഭ്രാന്തെന്ന് വിളിച്ചത് ഒരുപക്ഷെ അവന്റെ ഈ അടങ്ങാത്ത പ്രണയത്തെയോ അല്ലെങ്കിൽ ആ ഓർമ്മകളുമായുള്ള അവന്റെ സംസാരത്തെയോ ആണോ? താൻ ചോര നീരാക്കി വളർത്തിയ മകൻ തന്റെ കൺമുന്നിൽ നിന്ന് ഏതോ ഇരുളടഞ്ഞ ഭൂതകാലത്തിലേക്ക് മറയുന്നത് കണ്ട് ആ അമ്മയുടെ മനസ്സ് നീറി. തകർന്നു പോയ രണ്ട് വിവാഹങ്ങളെക്കാൾ വലിയൊരു മുറിവായി ആ പഴയ ഫോട്ടോ ദേവിയമ്മയുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി. മീര കതക് തുറക്കുന്ന ശബ്ദം കേട്ടാണ് ദേവിയമ്മ ഓർമ്മയിൽ നിന്നുണർന്നത്. കിരണിന്റെ മുറിവാതിൽ പതുക്കെ തുറന്ന് മീര അകത്തേക്ക് കയറി. ആ മുറിയിൽ അസ്വാഭാവികമായി ഒന്നും അവൾക്ക് കണ്ടെത്താനായില്ല. പഴയതുപോലെ അടുക്കിപ്പെറുക്കി വെച്ച പുസ്തകങ്ങൾ, ലാപ്ടോപ്പ്, ജനലിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചം. കട്ടിലിന്റെ അറ്റത്ത് കിരൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, മീര പതുക്കെ വിളിച്ചു. കിരൺ ഒന്ന് തല ഉയർത്തി നോക്കി. പിന്നെ വീണ്ടും തറയിലേക്ക് നോക്കിയിരുന്നു. മീര പതുക്കെ അവന്റെ അടുത്ത് ചെന്നിരുന്നു. ഒരു നഴ്സ് എന്ന നിലയിലുള്ള പക്വതയോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി. എന്താ ഏട്ടാ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്? ഏട്ടന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ? കിരൺ ഒന്നും മിണ്ടിയില്ല. മീര വീണ്ടും തുടർന്നു. ഏട്ടാ, ഇവിടെ ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ
പുറത്ത് അമ്മായി അനുഭവിക്കുന്ന നരകം കണ്ടിട്ടുണ്ടോ? ആ വയസ്സായ പാവം കരഞ്ഞു കരഞ്ഞ് ആ കണ്ണ് കുഴിഞ്ഞുപോയി. നാട്ടുകാരുടെ പരിഹാസം കേട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ അമ്മായി ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നോ? അമ്മയുടെ പേര് കേട്ടപ്പോൾ കിരണിന്റെ മുഖത്ത് ഒരു വേദന മിന്നിമറഞ്ഞു. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അമ്മയെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മീരെ. എങ്കിൽ പിന്നെ എന്തിനാ ഏട്ടാ ഇങ്ങനെ? മീര അവന്റെ കൈകളിൽ പിടിച്ചു. അമ്മായിയുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. കിരൺ സംശയത്തോടെ അവളെ നോക്കി. ഞാൻ ഏട്ടന് വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അമ്മായിയുടെ ആഗ്രഹം പോലെ ഈ വീട്ടിൽ ഒരു മരുമകളായി ഞാൻ വരാം. മീരയുടെ വാക്കുകൾ കേട്ട് കിരൺ ഞെട്ടിപ്പോയി. അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. വേണ്ട മീര, നീ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എനിക്ക് മൂന്നാമതൊരു വിവാഹം വേണ്ട. നീ ഇത് മറന്നേക്ക്. മീര പക്ഷെ വിട്ടുകൊടുത്തില്ല. അവൾ ആ പഴയ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു, അതാണോ കാരണം? കിരണേട്ടൻ ഇപ്പോഴും ആ പഴയ കുട്ടിയെ ഓർത്തിരിക്കുകയാണോ? അവൾ പോയെന്ന് ഏട്ടൻ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ആ ഓർമ്മകൾ കൊണ്ടാണോ പുതിയൊരു ജീവിതം വേണ്ട എന്ന് പറയുന്നത്? കിരൺ കുറച്ചുനേരം നിശബ്ദനായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ മീര, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. അവൾ പോയതോടെ എന്റെ ഉള്ളിൽ എന്തോ മരിച്ചുപോയി. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. അവളെ മറന്ന് ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അവൻ അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മീര അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി ചോദിച്ചു, ശരി, പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഏട്ടന് അവളെ അത്ര ഇഷ്ടമാണെങ്കിൽ അത് ആ കുട്ടികളോട് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ആദ്യ രാത്രിയിൽ തന്നെ ആതിരയും വിദ്യയും പേടിച്ചലറിക്കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഏട്ടൻ ആ മുറിയിൽ വെച്ച് അവരോട് എന്താണ് ചെയ്തത്? കിരണിന്റെ മുഖം പെട്ടെന്ന് വിളറി. അവൻ നോട്ടം മാറ്റി. അത് എനിക്കറിയില്ല. അവർക്ക് എന്തോ തോന്നിയിട്ടുണ്ടാകും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മീരെ. അവർ വെറുതെ പേടിച്ചതാകും. അവൻ വാക്കുകൾ കിട്ടാതെ പതറുകയായിരുന്നു. മീരയ്ക്ക് മനസ്സിലായി, കിരൺ എന്തോ വലിയ കാര്യം ഒളിക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ പേടിച്ചു പോയത് അവന്റെ പ്രണയം കണ്ടിട്ടല്ല, മറിച്ച് മറ്റെന്തോ ഭീകരമായത് ആ മുറിയിൽ നടന്നതുകൊണ്ടാണ്. ആ രഹസ്യം അവൻ മീരയോട് പറയാതെ ഒഴിഞ്ഞു മാറി. മീരയ്ക്ക് കിരണിന്റെ മറുപടിയിൽ തൃപ്തി തോന്നിയില്ല. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും കാത്തിരുന്ന ആ മുഹൂർത്തം വന്നെത്തി. ഇന്ന് മീരയുടെയും കിരണിന്റെയും വിവാഹമാണ്. മീരയുടെ നിർബന്ധത്തിന് വഴങ്ങി മീരയുടെ അച്ഛന് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. നാട്ടുകാരുടെ പരിഹാസങ്ങൾക്കും ജാനകിയമ്മയുടെ ആദിക്കും നടുവിൽ മീരയുടെയും കിരണിന്റെയും വിവാഹം വളരെ ലളിതമായി നടന്നു. ആ മുറ്റത്ത് പന്തലുകളോ ആഘോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം വരാനിരിക്കുന്ന നിഗൂഢതയെക്കുറിച്ചുള്ള ഭയമായിരുന്നു അവിടെ പടർന്നു പന്തലിച്ചിരുന്നത്. സന്ധ്യ മയങ്ങിയതോടെ ദേവിയമ്മയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. മുമ്പ് 2 തവണയും കണ്ട ആ കാഴ്ചകൾ അവരുടെ കണ്ണിൽ വീണ്ടും തെളിഞ്ഞു. വിവാഹ വേഷത്തിൽ മീരയെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷത്തേക്കാൾ ഏറെ ആശങ്കയായിരുന്നു. മോളെ, നിന്റെ ജീവിതം കൂടി ഇല്ലാതാകുമോ എന്ന അവരുടെ ചോദ്യത്തിന് മീര നൽകിയത് ആത്മവിശ്വാസം നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു. മീര അമ്മായിയുടെ അരികിൽ ചെന്ന് രഹസ്യമായി പറഞ്ഞു, അമ്മായി പേടിക്കേണ്ട. ഇന്ന് രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തണം. ഏട്ടന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് പരിഹാരം കാണാൻ പറ്റൂ. ഞാൻ മുറിക്കുള്ളിൽ ഉണ്ടാകും. അമ്മായി പുറത്ത് കാത്തിരിക്കണം. മീര ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നു. പുറത്ത് ദേവിയമ്മ പ്രാർത്ഥനയോടെ ഇരുന്നു. അവരുടെ മനസ്സ് മകനും മരുമകൾക്കും വേണ്ടി ഉരുകുകയായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞു. മീര മെല്ലെ ആ മുറിയിലേക്ക് കടന്നു. പഴയതുപോലെ തണുത്ത അന്തരീക്ഷം. കിരൺ കട്ടിലിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. വിവാഹത്തിന്റെ തളർച്ച കൊണ്ടാണോ അതോ മറ്റാരെയും അഭിമുഖീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ എന്ന് മീരയ്ക്ക് മനസ്സിലായില്ല. അവൾ അകത്തേക്ക് വന്നതറിഞ്ഞിട്ടും അവൻ കണ്ണു തുറന്നില്ല. മീര പതുക്കെ അവന്റെ അടുത്ത് ചെന്ന് വിളിച്ചു, ഏട്ടാ. കിരൺ മെല്ലെ കണ്ണു തുറന്നു. അവന്റെ നോട്ടത്തിൽ ഒരുതര ശൂന്യതയായിരുന്നു. മീര പതുക്കെ പറഞ്ഞു, ഏട്ടൻ നല്ല ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. എഴുന്നേൽക്കണമെന്നില്ല, ഉറങ്ങിക്കോളൂ. ഞാൻ ഇവിടെയുണ്ട്. അവൾ കട്ടിലിന്റെ ഒരു വശത്ത് പതുക്കെ ഇരുന്നു. അവൾക്ക് കിരണിനെ പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ രഹസ്യത്തോട് അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും ഈ മുറിയിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇറങ്ങി ഓടിയതുപോലെ താൻ ഓടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ കട്ടിലിൽ ചരിഞ്ഞു കിടന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ഉറക്കത്തിന് വഴങ്ങിയില്ല.
അവൾ കിരണിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. മുറിയിലെ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി അനങ്ങുന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തു. പെട്ടെന്ന് മുറിയിലെ താപനില കുറയുന്നത് പോലെ മീരയ്ക്ക് തോന്നി. ജനൽ വിരികൾ കാറ്റില്ലാതെ തന്നെ ചെറുതായി ഒന്ന് ആടി. കട്ടിലിൽ നിശ്ചലനായി കിടന്നിരുന്ന കിരണിന്റെ വിരലുകൾ മെല്ലെ ചലിക്കാൻ തുടങ്ങി. അവൻ ഉറക്കത്തിലാണോ അതോ ഉണർന്നിരിക്കുകയാണോ എന്ന് മീരയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പുറത്ത് ദേവിയമ്മ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകുലതയോടെ. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ എപ്പോഴോ കണ്ണു ചിമ്മിപ്പോയ മീര കട്ടിലിലുണ്ടായ ഒരു ചെറിയ അനക്കം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. പക്ഷേ അവൾ കണ്ണുകൾ പൂർണ്ണമായും തുറന്നില്ല. പകുതി അടഞ്ഞ കണ്ണുകളിലൂടെ അവൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തന്റെ അരികിൽ കിടന്നിരുന്ന കിരൺ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ അത് കിരണായിരുന്നില്ല. അവന്റെ നിൽപ്പ്, കൈകളുടെ ചലനം എല്ലാം ഒരു സ്ത്രീയെ പോലെ തോന്നിപ്പിച്ചു. അവൻ ആരോടോ അടക്കം പറയുന്നത് മീര കേട്ടു. അഞ്ജലിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ സംസാരിക്കുന്നത് ഒരു സ്ത്രീയുടെ ശബ്ദത്തിലായിരുന്നു. അവന്റെ ഉടയാടകളും പെരുമാറ്റവും ഒരു നിമിഷം കൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് മാറിയിരിക്കുന്നു. പെട്ടെന്ന് മീരയുടെ കണ്ണുകൾ തുറന്നത് അവൻ ശ്രദ്ധിച്ചു. ആ നിമിഷം കിരണിന്റെ മുഖം പൈശാചികമായി മാറി. മുമ്പ് രണ്ട് പെൺകുട്ടികൾ കണ്ട അതേ ഭീകര രൂപം. അവന്റെ കണ്ണുകളിൽ വന്യമായ ഒരു തിളക്കം വന്നു. അവൾക്ക് നേരെ അവൻ അടുക്കാൻ തുടങ്ങിയപ്പോൾ മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ ഭയം പാഞ്ഞുപോയി. പക്ഷേ അവൾ ധൈര്യം സംഭരിച്ചു. പ്രതികരിക്കുകയോ നിലവിളിക്കുകയോ ചെയ്താൽ അപകടമാണെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗത്തിൽ കണ്ണുകൾ അടച്ച് ഉറക്കം നടിച്ചു കിടന്നു. അവളിൽ നിന്നും പ്രതികരണമില്ലെന്ന് കണ്ടപ്പോൾ ആ പൈശാചിക ഭാവം പതുക്കെ മാഞ്ഞു. അവന്റെ മുഖം ശാന്തമായി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ വീണ്ടും വന്ന് കട്ടിലിൽ കിടന്നു. മീര ശ്വാസം അടക്കി പിടിച്ച് നിശ്ചലയായി കിടന്നു. ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അവൾക്ക് തോന്നിയത്. പുലർച്ചെ കിരൺ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണെന്ന് ഉറപ്പായപ്പോൾ മീര പതുക്കെ എഴുന്നേറ്റു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഉമ്മറത്ത് വിളക്കിന് മുന്നിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദേവിയമ്മ മീരയെ കണ്ടത് ഓടി വന്നു. മോളെ, എന്തെങ്കിലും ഉണ്ടായോ? അമ്മയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മീര അമ്മായിയെ ചേർത്ത് പിടിച്ചു. നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവൾ വിവരിച്ചു. അമ്മായി, കിരണേട്ടന് ഭ്രാന്തല്ല. പക്ഷേ ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വമുണ്ട്. രാത്രിയാകുമ്പോൾ ഏട്ടൻ ഏട്ടനല്ലാതായി മാറുകയാണ്. അത് അഞ്ജലിയാണോ അതോ ഏട്ടന്റെ ഉള്ളിലെ കുറ്റബോധമാണോ എന്ന് എനിക്കറിയില്ല. ദേവിയമ്മ തകർന്നു പോയി. പക്ഷേ മീര അവരെ ആശ്വസിപ്പിച്ചു. നമ്മൾ ഇത് ആരോടും പറയണ്ട. നാട്ടുകാർ അറിഞ്ഞാൽ ഏട്ടനെ അവർ ഇല്ലാതാക്കും. നമുക്ക് ഏട്ടനെ ചികിത്സിക്കണം. അങ്ങനെ ദേവിയമ്മയും മീരയും കൂടി ആ ഉറച്ച തീരുമാനമെടുത്തു. കിരണിന്റെ ഈ അവസ്ഥ പുറംലോകം അറിയാൻ പാടില്ല. നാട്ടുകാരുടെ പരിഹാസത്തിന് അവനെ വിട്ടുകൊടുക്കില്ല. ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടണം. മീര ഒരു നഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾക്കറിയാവുന്ന വിശ്വസ്തയായ ഒരു ഡോക്ടറെ കാണിക്കാൻ അവർ തീരുമാനിച്ചു. കൂടെ നിൽക്കുക. ആദ്യത്തെ രണ്ട് പെൺകുട്ടികളെ പോലെ അവനെ ഉപേക്ഷിച്ചു പോകില്ലെന്ന് മീര സത്യം ചെയ്തു. അവന്റെ ഉള്ളിലെ ആ മറ്റൊരു രൂപത്തെ സ്നേഹം കൊണ്ടും ചികിത്സ കൊണ്ടും പുറത്തെത്തിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം മോളെ. ദേവിയമ്മ മീരയുടെ കൈകളിൽ പിടിച്ചു കരഞ്ഞു. തിരിച്ചു കിട്ടും അമ്മായി. നമുക്ക് ഏട്ടനെ മാറ്റിയെടുക്കാം. മീരയുടെ വാക്കുകളിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. നാട്ടുകാരുടെ കണ്ണുകളിൽ അപ്പോഴും സംശയത്തിന്റെ നിഴലുകൾ ബാക്കിയായിരുന്നു. രാത്രിയിലെ നിശബ്ദതയെ ഭേദിക്കുന്ന നിലവിളികൾക്ക് പകരം കിരണിന്റെ വീട്ടിൽ നിന്നും ശാന്തമായ പ്രഭാതങ്ങൾ വിരിഞ്ഞത് അവരെ അമ്പരപ്പിച്ചു. അമ്മയും മീരയും മുഖത്ത് പുഞ്ചിരിയുമായി നാട്ടുകാരെ അഭിമുഖീകരിച്ചു. രാവിലെ ഉണർന്ന കിരണിന് തലേ രാത്രിയിലെ വേഷപകർച്ചയെക്കുറിച്ച് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരു നഴ്സിന്റെ ക്ഷമയോടെ മീര അവനെ സമീപിച്ചു. ഏട്ടാ, നമുക്കൊന്ന് പുറത്തു പോകണം, ഒരു ഡോക്ടറെ കാണാൻ. എന്തിനാ മീര ഡോക്ടറെ കാണുന്നത്? എനിക്ക് ഒരു കുഴപ്പവുമില്ല. കിരൺ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ മീരയുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് മുന്നിൽ അവന് വഴങ്ങേണ്ടി വന്നു. പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റിന് മുന്നിൽ കിരൺ ഇരുന്നു. മീരയും ദേവിയമ്മയും പുറത്ത് ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. നീണ്ട സംഭാഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഡോക്ടർ അവരെ ഉള്ളിലേക്ക് വിളിച്ചു. ഇതൊരു മാനസികാവസ്ഥയാണ്. ഇതിനെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് ലളിതമായി പറയാം. കിരണിന്റെ മനസ്സിൽ അഞ്ജലി എന്നത് വെറുമൊരു പ്രണയിനിയല്ല, അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവളുടെ മരണം അവന് ഉൾക്കൊള്ളാനായില്ല. ആ വിയോഗമുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവ് കാരണം തന്റെ ഉള്ളിൽ തന്നെ അവൻ അഞ്ജലിയെ പ്രതിഷ്ഠിച്ചു.
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികളിൽ, അവന്റെ ഉപബോധ മനസ്സ് അഞ്ജലിയായി മാറാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ആ പെൺകുട്ടികൾ കണ്ടത് അവന്റെ ഉള്ളിലെ ആ സ്ത്രീരൂപത്തെയാണ്. ഡോക്ടറുടെ വാക്കുകൾ ദേവിയമ്മയെ കരയിപ്പിച്ചു. പക്ഷേ ഡോക്ടർ ആശ്വസിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ലമ്മേ. ചിട്ടയായ കൗൺസിലിങ്ങും മരുന്നും അതിലുപരി മീരയെ പോലെ സ്നേഹമുള്ള ഒരാളുടെ സാമീപ്യവും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. മീരയുടെ അചഞ്ചലമായ സ്നേഹവും പരിചരണവും കിരണിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അഞ്ജലിയുടെ ഓർമ്മകളെ മനോഹരമായ ഒരു ഭൂതകാലമായി അംഗീകരിക്കാൻ അവൻ പഠിച്ചു. രാത്രിയിലെ ആ വേഷപകർച്ചകൾ പതുക്കെ നിലച്ചു. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ അവസരം നൽകാതെ ദേവിയമ്മയും മീരയും കിരണും ഒരുമിച്ച് ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ കിരൺ മീരയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ ഇരുട്ടിൽ തന്നെ ഇല്ലാതായേനം, അവൻ നന്ദിയോടുകൂടി പറഞ്ഞു. ഏട്ടാ, ഏട്ടൻ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അവൾ പുഞ്ചിരിച്ചു. അപ്പുറത്ത് മുറ്റത്ത് തുളസിത്തറയ്ക്ക് തിരിതെളിക്കുമ്പോൾ ദേവിയമ്മയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. താൻ തുന്നിച്ചേർത്ത മകന്റെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണെന്ന ആ തിരിച്ചറിവ് ആ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തി. ഇരുൾ മാഞ്ഞ ആ വീടിനിപ്പോൾ പ്രത്യാശയുടെ വെളിച്ചമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തിന്റെ ആഴം അവനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അവനെ രക്ഷിക്കാൻ പരിഹാസങ്ങൾക്കോ മരുന്നുകൾക്കോ കഴിഞ്ഞില്ല. അവിടെ വിജയിച്ചത് മീരയുടെ തളരാത്ത സ്നേഹവും ഒരമ്മയുടെ പ്രാർത്ഥനയുമാണ്. ഈ കഥ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. മാറാരോഗമായി ലോകം വിധിയെഴുതുന്ന പല മാനസികാവസ്ഥകൾക്കും പിന്നിൽ ചികിത്സിച്ചു മാറ്റേണ്ട ഒരു മനസ്സുണ്ടാകും. സ്നേഹത്തോടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏതിരളിൽ നിന്നും ഒരാളെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകും. വീണുടഞ്ഞു പോകുമായിരുന്ന ഒരു കുടുംബത്തെ മീര തന്റെ കരുത്തുറ്റ തീരുമാനത്തിലൂടെ ചേർത്ത് പിടിച്ചു. ഇന്ന് ആ വീട്ടിൽ നിഴലുകളില്ല, പകരം പരസ്പര വിശ്വാസത്തിന്റെ തെളിച്ചം മാത്രം. ജീവിതം ചിലപ്പോൾ നമ്മളെ തളർത്തിയേക്കാം, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ നമ്മളെ ഉലച്ചേക്കാം. പക്ഷേ അവിടെ തളർന്നു വീഴാതെ പിടിച്ചു നിൽക്കാൻ ഒരു കൈത്താങ്ങുണ്ടെങ്കിൽ ഏതൊരു തകർച്ചയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ